ഹായ് ആൾ. അപ്പോൾ സി-ടെറ്റ് പേപ്പർ 1 EVS പോർഷനിലുള്ള കുറച്ച് PYQs ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ട് 3 ആണ്. അപ്പോൾ എല്ലാ പാർട്സും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് പോർഷനിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്ത് പോകും. ഇതൊരു പ്രാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് സി-ടെറ്റ് 2019 ജൂലൈയിൽ നടത്തിയ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതാണെങ്കിലും നമ്മൾ EVSലുള്ള ഫസ്റ്റ് തീം നമുക്കറിയാം. സി-ടെറ്റ് പേപ്പർ 1 ഫസ്റ്റ് തീം ഫാമിലിയാണ്. അതിൻ്റെ അണ്ടറിൽ കുറച്ച് സബ് തീംസും വരുന്നുണ്ട്, ലൈക്ക് ആനിമൽസ്, ബേർഡ്സ്, അങ്ങനെ കുറച്ച് സബ് തീംസും അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഫസ്റ്റത്തെ തീമും അതിലെ സബ് തീംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത തീം അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിയിൽ ആ തീമിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇത്രയും ഒരു പോർഷൻസ് കവർ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും പോർഷനിൽ ഇന്ന ചോദ്യങ്ങളാണ്, ഈ ഒരു തീം ബേസ്ഡ് ഇന്ന ചോദ്യങ്ങളാണ് വരുന്നത്, അപ്പോൾ ഇത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആശ്വസിച്ച് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പഠിച്ചവർ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി പഠിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ച് തന്നെ പോവുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് 10% നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗത്തുനിന്ന് മാർക്ക് കിട്ടും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ EVS കൺസെപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഹാവ് നോട്ട് ബീൻ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ഇൻ ടു സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. വൈ? എന്തുകൊണ്ടാണ് EVSൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിപ്പിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. EVS എന്ന് പറഞ്ഞ ഒരൊറ്റ സബ്ജക്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ദ ചൈൽഡ് ലുക്സ് അറ്റ് ഹെർ ഓർ ഹിസ് എൻവിറോൺമെൻറ്റ് ഇൻ ഹോളിസ്റ്റിക് മാനർ. സെക്കൻഡ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഗുഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി. തേർഡ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫോർ ഡിക്രീസിങ് ദി സിലബസ് ലോഡ്. ഫോർത്ത് പറഞ്ഞത് സിലബസ് ഓഫ് EVS ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആസ് സച്ച് ബൈ CBSE. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം? നമുക്കറിയാം, കുട്ടികൾ എല്ലാ കാര്യത്തിനെയും സമഗ്രമായിട്ടാണ് നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സമഗ്രമായിട്ട്, അഥവാ അതിൻ്റെ വേർഡാണ് ഹോളിസ്റ്റിക് അപ്രോച്ചാണ് കുട്ടികൾ ഓരോ കാര്യത്തിനോടും കുട്ടികളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് മാനറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സമഗ്രമായിട്ട് പഠിക്കാനും സമഗ്രമായിട്ട് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ EVSനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ഒരു തീം എടുത്തിട്ട് ആ തീമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സോഷ്യലായിട്ടുള്ള സയൻസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. കുട്ടികൾ അവരുടെ എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് അവർ തുടങ്ങിയിട്ടില്ല, അവർ സമഗ്രമായിട്ട് വീക്ഷിക്കാനേ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ EVSൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ദി ചൈൽഡ് ലുക്സ് അറ്റ് ഹെർ ഓർ ഹിസ് എൻവിറോൺമെൻറ്റ് ഇൻ ഹോളിസ്റ്റിക് മാനർ. ഓക്കെ, ഹോളിസ്റ്റിക് മാനർ ഈ ഒരു ടേമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഹോളിസ്റ്റിക് മാനർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടേം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ഹോളിസ്റ്റിക് മാനർ എന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അത് ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 6 ബ്രോഡ് തീംസ് ഓഫ് EVS ഇൻ ദി പ്രസൻറ്റ് സിലബസ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളെ സിലബസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ തീംസാണ് കൊടുത്തിരിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? നമുക്കറിയാം 6 മെയിൻ തീംസേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ആകെ 6 മെയിൻ തീംസേ ഉള്ളൂ സി-ടെറ്റ് പേപ്പർ 1 EVSൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ആ തീംസ് ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി എന്ന് പറഞ്ഞ തീമിൽ ആ തീമിനെയും ആ തീമിൻ്റെ അണ്ടറിൽ നിന്ന് സബ് തീമിലെയാണ്. അപ്പോൾ ഈ ഒരു സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഫാമിലി എന്ന് പറഞ്ഞ തീമിന് മാത്രമേ സബ് തീംസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി പറഞ്ഞ തീംസിനൊന്നും സബ് തീംസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ സിലബസ് ഒന്ന് എടുത്തൊന്ന് നോക്കുക. ഓക്കെ, എന്തൊക്കെ തീംസാണ് കൊടുത്തിട്ടുള്ളതെന്നൊന്ന് നോക്കുക. ഓക്കെ,
അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഷെൽട്ടർ, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് തിങ്സ് വി മേക്ക് ആൻഡ് ഡു, ദെൻ തേർഡ് ഓപ്ഷൻ പറയുന്നത് വർക്ക് ആൻഡ് പ്ലേ, ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ഫുഡ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസ് നോക്കിയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ വർക്ക് ആൻഡ് പ്ലേ എന്ന് പറയുന്നത് ഒരു സബ് തീമാണ്. എന്തിൻ്റെ അണ്ടറിൽ വരുന്നതെന്നറിയോ? ഫാമിലി എന്ന് പറയുന്ന മെയിൻ തീമിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് തീമാണ് വർക്ക് ആൻഡ് പ്ലേ എന്ന് പറയുന്നത്. ബാക്കി ഈ പറഞ്ഞ ഷെൽട്ടറും തിങ്സ് വി മേക്ക് ആൻഡ് ഡു, ഫുഡ്, ഇതൊക്കെ എന്താണ്? മെയിൻ തീംസാണ്. ഫാമിലി എന്ന് പറയുന്ന മെയിൻ തീമിനെ പോലുള്ളൊരു മെയിൻ തീം തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വർക്ക് ആൻഡ് പ്ലേ എന്നുള്ളതാണ്. ഓക്കെ, വർക്ക് ആൻഡ് പ്ലേ, കാരണം അതാണ് എന്ത്, അത് ഫാമിലി എന്ന് പറഞ്ഞ മെയിൻ തീമിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് തീമാണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം മെയിൻ തീംസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി യെസ്, തീംസ് ഹാവ് ബീൻ പ്രൊപ്പോസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ടോപ്പിക്സ് ഇൻ ദി സിലബസ്. വൈ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾറെഡി കണ്ടതാണ് അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് ചോദിക്കുന്നത്? ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ടു എൻഹാൻസ് ദി എൻവിറോൺമെൻറ്റൽ കോംപ്രഹെൻഷൻ ഓഫ് ദി ലേണേഴ്സ്. കുട്ടികളുടെ എൻവിറോൺമെൻറ്റൽ കോംപ്രഹെൻഷൻ എന്ത് ചെയ്യുക? ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഡെവലപ്പിംഗ് കണക്റ്റഡ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഇഷ്യൂസ് ഓഫ് ദി ലേണേഴ്സ് ലോക്കൽ എൻവിറോൺമെൻറ്റ്. തൻ്റെ ലോക്കൽ എൻവിറോൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് കണക്ട് ചെയ്തുകൊണ്ട് കുട്ടിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. ഇനി അടുത്തത് പറയുന്നത് തീം ബേസ്ഡ് EVS ട്രാൻസാക്ഷൻ ഈസ് ഈസി ആസ് കമ്പയർഡ് ടു ടോപ്പിക്സ്. ടോപ്പിക്സിനേക്കാൾ EVS തീം ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് കുറച്ചുകൂടി ഈസി എന്നാണ് പറയുന്നത്. ഫോർത്ത് പറയുന്നത് ഫോർ റെഡ്യൂസിങ് ചാപ്റ്റേഴ്സ് ഇൻ EVS ചാപ്റ്റേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ആൻസർ വരിക? നമ്മൾ പറഞ്ഞില്ലേ, കുട്ടി അവരുടെ സൊസൈറ്റിനെ സമഗ്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു തീമിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഇൻ്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് കാണാനാണ്. കുട്ടി ആ ഒരു രീതിയിലാണ് ഓരോ കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അത് മറ്റൊരു സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ ആസ്പെക്റ്റ് എന്താണെന്ന് കുട്ടി അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ പ്രായമുള്ള കുട്ടികളാണ്. അവർ ഓരോ കാര്യങ്ങളും അത്യധികം ജിജ്ഞാസയോടുകൂടി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളൊരു ത്വരയൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളെയും ഇൻ്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു എൻവിറോൺമെൻറ്റുമായിട്ട് അവർ പഠിച്ച കാര്യങ്ങൾ ഇൻ്റർ റിലേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഇത്തരത്തിൽ EVS തീം ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഫോർ ഡെവലപ്പിംഗ് കണക്റ്റഡ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇഷ്യൂസ് ഓഫ് ദി ലേണേഴ്സ് ലോക്കൽ എൻവിറോൺമെൻറ്റ്. ഓക്കെ, കുട്ടിയുടെ ലോക്കൽ എൻവിറോൺമെൻറ്റിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം? അതിനെ ഇൻ്റർ റിലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനാണ് കുട്ടി കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നതും. അതാണ് കുട്ടിക്ക് കൂടുതലായിട്ടും കുട്ടീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദി അനിമൽസ് ദാറ്റ് ആർ അവേക്ക് അറ്റ് നൈറ്റ് ക്യാൻ സീ ഒബ്ജക്ട്സ് ഓൺലി ഇൻ. അതായത് രാത്രി വിഷനുള്ള ആനിമൽസ്. ഇപ്പോൾ ലൈക്ക് ബാറ്റ്, അതുപോലെ പിന്നെ മൂങ്ങ, ഇവർക്കൊക്കെ രാത്രി വിഷൻ പോസിബിൾ ആണല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗാനിസംസിനൊക്കെ ഏത് രീതിയിലാണ് ഏത് കളേഴ്സിലാണ് കാഴ്ച പോസിബിൾ ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ഗ്രീൻ ആൻഡ് യെല്ലോ, ദെൻ സെക്കൻഡ് വൺ ഓറഞ്ച് ആൻഡ് റെഡ്, തേർഡ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫോർത്ത് വൺ വയലറ്റ് ആൻഡ് ബ്ലൂ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. രാത്രിയിൽ നൈറ്റ് വിഷൻ പോസിബിൾ ആയിട്ടുള്ള ആനിമൽസിനൊക്കെ ഒബ്ജക്ട്സിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി CTET 2018 ക്വസ്റ്റ്യൻ ആണ്. ഇൻ EVS ടീച്ചിങ് ലേണിംഗ് ലിങ്കിങ് ക്ലാസ് റൂം ലേണിംഗ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ ആൻഡ് എൻറിച്ചിങ് ഇറ്റ് ഇംപ്ലൈസ്. അതായത് ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ക്ലാസ് റൂമിനോട് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ലിങ്കിങ് ടെക്സ്റ്റ് ബുക്ക് ടു ഗ്ലോബൽ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ദെൻ സെക്കൻഡ് പറയുന്നത് ഹോൾ സ്കൂൾ അപ്രോച്ച്. തേർഡ് പറയുന്നത് ഗോയിങ് ബിയോണ്ട് കരിക്കുലം. ഫോർത്ത് പറയുന്നത് ഗോയിങ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഗോയിങ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കാണ്. കാരണം
കുട്ടികൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. അവർ ആ ഒരു കാര്യത്തിനെ, ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യത്തിനെ അവരുടെ എൻവിറോൺമെൻറ്റുമായിട്ട് ഇൻ്റർ റിലേറ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അവരത് അപ്ലൈ ചെയ്ത് അവരുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ എൻവിറോൺമെൻറ്റിൽ അത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ ടെക്സ്റ്റ് ബുക്കിന് പുറത്തേക്കും കൂടി അവരുടെ നോളേജിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ പോരാ. അവർ മറ്റൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളും മറ്റൊരുപാട് കാര്യങ്ങൾ, ഇപ്പം ധാർമ്മികമായിട്ട് ഇങ്ങനെ ഈ പൊല്യൂഷൻസിനെ റെസിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിൽ അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒതുങ്ങിക്കൂടാതെ അവരുടെ ടെക്സ്റ്റ് ബുക്കിന് ബിയോണ്ടായിട്ടും അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഗോയിങ് ബിയോണ്ട് ദി ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. To class 3 students, Rama taught that a father, mother and their children constitute nuclear family. Relatives, nuclear family, and if grandparents and other relatives stay alone, then it is an extended family. What do you think of this? Okay, അതായത് ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ മദറും അവരുടെ കുട്ടികളും ഉൾപ്പെടുന്നതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കൂടെ ഗ്രാൻഡ് പാരൻസും മറ്റ് റിലേറ്റീവ്സും ഉണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഇത് ഫാമിലി എന്ന് പറയുന്ന ആ തീമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത്, ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? രമ ഈസ് ഇൻസെൻസിറ്റീവ് ടുവേർഡ്സ് ഹർ സ്റ്റുഡൻസ്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് ദ ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച് ഇസ് നോട്ട് ഇൻക്ലൂസീവ്. ദെൻ തേർഡ് പറഞ്ഞത് ദ കൺസെപ്റ്റ് ഓഫ് ഫാമിലി ഹാസ് ടു ബി ടോട്ട് ലൈക്ക് ദിസ്. പിന്നെ പറഞ്ഞത് ദ ഡെഫിനേഷൻ ഓഫ് എ ഫാമിലി ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും പ്രോപ്പറായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ഫാമിലിയുടെ ഡെഫിനേഷനിൽ ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല അല്ലേ? ഫാമിലിക്ക് ഡെഫിനേഷൻ കൊടുത്ത് കറക്റ്റാണ്. അപ്പോൾ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. പിന്നെ ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച് ഇസ് നോട്ട് ഇൻക്ലൂസീവ് അല്ല എന്ന് ഇവിടെ പറയാനുള്ള എന്ത് കാര്യമാണ്, എന്ത് ടിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അല്ലേ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രമ ഈസ് ഇൻസെൻസിറ്റീവ് ടുവേർഡ്സ് ഹർ സ്റ്റുഡൻസ്, അതും എന്താണ്, ഒരിക്കലും ഇവിടെ ആപ്റ്റായിട്ടുള്ളൊരു ആൻസർ ആയിട്ട് വരുന്നില്ല. നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് എന്താണ്? ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് കറക്റ്റ് ആണല്ലേ? അപ്പോൾ എന്താണ് അത്? കൺസെപ്റ്റ് ഓഫ് ഫാമിലി ഹാസ് ടു ബി ടോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഫാമിലിൻ്റെ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പഠിപ്പിക്കുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The EVS textbook has a chapter on snake charmer. It is intended to make children aware and be sensitized. അതായത് സ്നേക്ക് ചാർമറിനെ കുറിച്ചുള്ള പാഠം ഈ EVS ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തിനാണ് അവരുടെയൊക്കെ പാഠങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിക്കണം. അപ്പോൾ സ്നേക്ക് ചാർമർ എന്താണെന്ന് നമുക്കറിയണം അല്ലേ? സ്നേക്ക് ചാർമർ എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പാട്ടികളില്ലേ, പാമ്പാട്ടികൾ, അവരെയാണ് പറയുന്നത്. അതായത് ഈ ഒരു പ്രത്യേക എന്താ പറയുന്നത്, മകുടി ഊതിക്കൊണ്ട് പാമ്പിനെ ഡാൻസ് കളിപ്പിക്കുന്ന ആ ആൾക്കാരില്ലേ, അവരാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ അവരാണ് ഈ സ്നേക്ക് ചാർമർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫോർ സ്നേക്ക് ചാർമേഴ്സ് ആസ് ചിൽഡ്രൻ ഡു നോട്ട് സീ ദം ഓഫൻ ദീസ് ഡേയ്സ്. ഇപ്പോൾ പാമ്പാടികളെ അധികം കാണാത്തത് കൊണ്ട്, സ്നേക്ക് ചാർമേഴ്സിനെ അധികം കാണാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് പറഞ്ഞത് ദാറ്റ് സ്നേക്ക് ചാർമേഴ്സ് മേ നോട്ട് ഹാം സ്നേക്സ് ആൻഡ് ദേ നീഡ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ആൾട്ടർനേറ്റീവ് ബിഫോർ ഡിപ്രൈവിങ് ദം ഓഫ് ദെയർ ലൈവ്ലിഹുഡ്. ഓക്കെ, അതായത് എന്താ, ഇവർക്ക് ഇതാണ് അവരുടെ തൊഴിൽ, അപ്പോൾ അവർക്ക് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ എന്താ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട്, അല്ലെ ആ ഒരു മറ്റു ജോലിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് അവരെ ഈ ഒരു ജോലി എന്താണ്, അത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, പിന്നെ മാത്രമല്ല ഈ സ്നേക്ക് ചാർമേഴ്സ് ഒരിക്കലും ഈ സ്നേക്കുകളെ ഹാം ചെയ്യുന്നില്ല, അവർ ഡാൻസ് കളിപ്പിക്കുക മാത്രമേ ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അവരവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്നേക്ക് ചാർമർ എന്നുള്ള ഈ ഒരു ജോലി അവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുട്ടികളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
കുട്ടികൾക്ക് ആ ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ട്. തേർഡ് ഓപ്ഷൻ പറയുന്നത് ദാറ്റ് ആനിമൽ കീപ്പിംഗ് ഈസ് ഗുഡ് സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. ആനിമൽ കീപ്പിംഗ് ഈ ഒരു നല്ലൊരു ഉപജീവന മാർഗ്ഗമാണ് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കാനാണോ? ഇനി ഫോർത്ത് പറയുന്നത് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ ആക്ട്. അതൊരു ഇല്ലീഗൽ ആക്ട് ആണ് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കാനാണോ എന്നാൽ ചോദിക്കും. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. കാരണം ഈ സ്നേക്ക് ചാർമേഴ്സ് എന്ന് പറയുന്നവർ അവരൊരിക്കലും ഈ സ്നേക്കിനെ ഹാം ചെയ്യുന്നവരല്ലെന്നോ അവരവരുടെ ഉപജീവന മാർഗ്ഗത്തിന് മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The ability to understand relative position of places, distances and direction is. മാപ്പിംഗ് സ്കില്ലിന് റിലേറ്റ് ചെയ്ത ചോദ്യമാണ് അല്ലേ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? റിലേറ്റീവ് പൊസിഷൻ എന്നുള്ള ഈ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മാപ്പിംഗ് സ്കിൽ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ മാപ്പിംഗ് സ്കില്ലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇൻ എ പിക്ചർ പ്ലാൻ. എന്ത് പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ പ്ലാന്റ് നെപ്പത്തൻസ് എന്നൊക്കെ പറയുന്നത് ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതായത് ഇൻസെക്റ്റിനെ കഴിക്കുന്ന പ്ലാന്റുകൾ. ഓക്കെ, അവരെ ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് ഇൻസെക്റ്റിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റുകളാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്ചർ പ്ലാൻ ദ പിക്ചർ ഈസ് മെയ്ഡ് ബൈ മോഡിഫിക്കേഷൻ ഓഫ്. എന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് പിക്ചേഴ്സ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ലീഫുകൾ മോഡിഫൈ ചെയ്തിട്ടാണ് കേട്ടോ. ലീഫുകളാണ് മോഡിഫൈ ചെയ്തിട്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. ഒരു അടപ്പൊക്കെ ഒരു ലിഡൊക്കെ ഉള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. അതിൽ കുറച്ച് സെക്രീഷൻസൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ലീഫിൽ. അത് ഈ സെക്രീഷൻസും അതുപോലെ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഈ ഇൻസെക്ട്സിനെ അവരെ സൂത്ത് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും ഈ ഒരു ലീഫിലേക്ക്. അങ്ങനെ ആ ഇൻസെക്റ്റ് ആ ലീഫിലേക്ക് പോകുമ്പോൾ ഈ സെക്രീഷൻ എന്ത് ചെയ്യും? ആ വഴുവഴുപ്പുള്ളത് കൊണ്ട് ആ ലീഫിൻ്റെ ഉള്ളിലേക്ക് ഈ ഇൻസെക്ട്സിനെ ആക്കി അവരതിനെ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ലൈക്ക് നെപ്പന്തസ്, പിക്ചർ പ്ലാന്റ് ഒക്കെ. ഓക്കെ, പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് കേട്ടോ നെപ്പന്തസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? ലീഫിൻ്റെ മോഡിഫിക്കേഷൻ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫ്രൂട്ട് എമംഗ് ദ ഫോളോയിങ് ഹാസ് ഓൺലി 1 സീഡ്? നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ചോദ്യമാണ്. നോക്കൂ എന്തൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്? ഫിഗ്, മാംഗോ, ബനാന, ആപ്പിൾ. ഏതാണ്? മാംഗോ ആണ് അല്ലേ. മാംഗോക്ക് ഒരൊറ്റ സീഡ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെപ്പന്തസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പിക്ചർ പ്ലാന്റ് ഒരു ക്വസ്റ്റ്യൻ, അതേപോലത്തെ ഒരു ചോദ്യം. നെപ്പന്തസ് ഈസ് a plant which traps and eats frog, insects and even mice in our country. This plant is found in നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ ഇന്ത്യയിൽ ഈ പ്ലാന്റ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ അല്ലേ. ആ ഒരു ടോപ്പിക്ക് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. അപ്പോൾ എവിടെയാണ്? ഓപ്ഷൻസ് വായിക്കാം. ആസാം, ഒഡീഷ, അരുണാചൽ പ്രദേശ്, മേഘാലയ. എവിടെയാണ്? ഏതാണ് ആൻസർ? മേഘാലയയാണ് കേട്ടോ. മേഘാലയയിലാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഈ പറയുന്ന നെപ്പന്തസ് അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രീൻ കളർ ഓഫ് ദി ലീവ്സ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഗ്രീൻ കളർ എന്തുകൊണ്ടാണ്? ഏത് പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ലീവ്സിന് ഗ്രീൻ കളർ ഉള്ളത്? ക്ലോറോഫില്ലിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ക്ലോറോഫില്ല് ആൻസർ ആയിട്ട് വരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഡെസേർട്ട് ഓക്ക്. അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് സീറ്റെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ബാക്കിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഈ 2014-16 ആ ഒരു ടൈമിലൊക്കെ ഈ ഡെസേർട്ട് ഓക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് കാണാറില്ല. പക്ഷെ എന്തായാലും നോക്കി പോവുക. ഇനി റിവൈസ് ചെയ്ത് ഈ ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് വന്നാലോ. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഡെസേർട്ട് ഓക്ക്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ ട്രീ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. Then second statement, this is a special kind of tree which has its roots growing from its branches. Third എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, the roots of this tree go deep into the ground till they reach water. Then fourth option പറയുന്നത്, this tree stores water in its trunk. Local people use thin pipe to drink this water. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് ഓക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെസേർട്ട് ഓക്ക് ഈ ഓസ്ട്രേലിയൻ ഡെസേർട്ടുകളിൽ കാണുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ അപ്പോൾ ഡെസേർട്ടിൽ ഒരു ട്രീ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം മോഡിഫിക്കേഷൻസ് വേണോ അതൊക്കെ അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ടുകൾ
നല്ല രീതിയിൽ എർത്തിൻ്റെ അണ്ടറിലേക്ക് എവിടെയാണോ വാട്ടർ കിട്ടുക അങ്ങോട്ട് അതിൻ്റെ റൂട്ട് വളർന്ന് അവിടെ നിന്നും വാട്ടർ വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഈ ഡെസേർട്ട് ഓക്ക് എന്ന് പറഞ്ഞ ട്രീക്കുണ്ട്. അപ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് പോകണോ അത്രത്തോളം ആഴത്തിലേക്ക് വളർന്ന് ഈ റൂട്ടുകളെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്ത് ഈ വാട്ടർ ഈ ഒരു ട്രീൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ച് അങ്ങനെ അത് വളരുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഡെസേർട്ടിലായതുകൊണ്ട് തന്നെ വരൾച്ച ഉണ്ടാവും. വരൾച്ച ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഈ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ, റൂട്ട് ത്രൂ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ അതിൻ്റെ ട്രങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചെറിയ പൈപ്പ്സ് യൂസ് ചെയ്തിട്ട് അത് കുടിക്കാനായിട്ടും എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും ഇതിന് ഈ പറയുന്ന ആൽമരത്തിൻ്റെ പോലെ ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് എന്ത് വരുന്നില്ല, റൂട്ട്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡീപ്പായിട്ട് എർത്തിൻ്റെ അണ്ടറിലേക്ക് ഡീപ്പായിട്ട് വളർന്ന് എവിടെയാണോ വാട്ടർ റിസോഴ്സ് ഉള്ളത് അതുവരെ അതെന്ത് ചെയ്യും, ഈ ഒരു റൂട്ട് വളരും. എന്നിട്ട് ആ വാട്ടർ റിസോഴ്സിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. അല്ലാണ്ട് ഇതിന് ബ്രാഞ്ചസിൽ നിന്ന് റൂട്ട്സ് ഒരിക്കലും താഴേക്ക് ബനിയൻ ട്രീൻ്റെ പോലെയൊന്നും വളരുന്നില്ല. അപ്പോൾ ഇനി നോക്കൂ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ് അല്ലേ, ഓസ്ട്രേലിയയിലാണ്. സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ എന്തായിരിക്കും, അപ്പോൾ തെറ്റായിരിക്കും, ബ്രാഞ്ചസിൽ നിന്ന് വളരുന്നില്ല. തേർഡ് ഓപ്ഷൻ എന്തായിരിക്കും, ദ റൂട്ട്സ് ഓഫ് ദിസ് ട്രീ ഗോ ഡീപ്പ് ഇൻ ടു ദി ഗ്രൗണ്ട് ടിൽ ദി റീച്ച് വാട്ടർ. കറക്റ്റാണ് അല്ലേ. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താണ്, ദീസ് ട്രീ സ്റ്റോഴ്സ് വാട്ടർ ഇൻ ഇറ്റ്സ് ട്രങ്ക്. അങ്ങനെ ലോക്കൽ പീപ്പിൾസൊക്കെ തിൻ പൈപ്പ്സ് യൂസ് ചെയ്തിട്ട് അതിന് വാട്ടർ എടുക്കാറുണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റും തേർഡും ഫോർത്തും ഓപ്ഷൻസാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റും തേർഡും ഫോർത്തും ഏതാണ്, സെക്കൻഡ് ഓപ്ഷനാണ് അല്ലേ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റും തേർഡും ഫോർത്തും സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം.